ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ സി എസിൽ സെക്കൻഡ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. ചാപ്റ്ററിൻ്റെ പേര് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നാണ്. നെക്സ്റ്റ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്, അതിൻ്റെ നെയിം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ പ്രോഗ്രാമിൽ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാകും. ഏത് ഓർഡറിലാണ് ഈ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പെർഫോം ചെയ്യേണ്ടത്, ഏതൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്നൊക്കെ തീരുമാനിക്കുന്നത് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഓക്കെ, കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിന് നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, അതിന് എക്സാമ്പിളാണ് ഈഫ്, സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കും. രണ്ടാമത് ഐട്രേഷൻ ഓർ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്, അതിന് എക്സാമ്പിളാണ് ഫോർ, വൈൽ, ഡു വൈൽ. ഫോറും വൈലൊക്കെ നിങ്ങൾ 9th പഠിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ജമ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്, അതിന് എക്സാമ്പിൾ ഗോ ടു, കണ്ടിന്യൂ, ബ്രേക്ക്, എക്സിറ്റ്. ഒന്നാമതായിട്ട് നമുക്ക് എന്താണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് നോക്കാം. സർട്ടൺ കണ്ടീഷൻസ് അനുസരിച്ച് ഡിസിഷൻ മേക്ക് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സിന് നമുക്ക് മെയിൻലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത് ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഈഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ താഴെ വരുന്നതാണ് സിമ്പിൾ ഈഫ് എൽസ്, നെസ്റ്റഡ് ഈഫ് എൽസ് ഇഫ് ലാഡർ. രണ്ടാമതായിട്ട് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സിമ്പിൾ ഈഫ് സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റി പഠിക്കാം. സിമ്പിൾ ഈഫിൻ്റെ സിൻഡാക്സ് നോക്കാം. ഈഫ് പാരന്തസിനകത്ത് കണ്ടീഷൻ, കേളി ബ്രേസസ് ഓപ്പൺ ചെയ്തു, സ്റ്റേറ്റ്മെൻറ്റ്സ്, കേളി ബ്രേസസ് ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പം ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇപ്പം നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ആകെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളെങ്കിൽ കേളി ബ്രേസസ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, കേളി ബ്രേസ് ഇട്ടാലും കുഴപ്പമില്ല. പക്ഷേ ആകെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളപ്പോൾ കേളി ബ്രേസ് ഇടേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് സിമ്പിൾ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഈഫിൻ്റെ അകത്തെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ ഈഫിൻ്റെ അകത്തോട്ട് പോകത്തുള്ളൂ, അതായത് കേളി ബ്രേസിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. ഈ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. അങ്ങനെയാണ് സിമ്പിൾ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ റൈറ്റ് എ പ്രോഗ്രാമിന് ഷോർട്ടായിട്ടാണ് WAP എന്ന് കൊടുത്തിരിക്കുന്നത്. റൈറ്റ് എ പ്രോഗ്രാം ടു ചെക്ക് വെദർ ദ ഗിവൺ നമ്പർ ഈസ് പോസിറ്റീവ്. ഒരു നമ്പർ പോസിറ്റീവ്, നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന ഒരു നമ്പർ പോസിറ്റീവ് ആണെന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. നമുക്കറിയാം ഒരു നമ്പർ എങ്ങനെയാണ് പോസിറ്റീവാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാം. 0നേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ അത് പോസിറ്റീവാണ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഹാഷ് ഇൻക്ലൂഡ് stda.h കൊടുത്തു, മെയിൻ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തു, കേളി ബ്രേസസ് ഓപ്പൺ ചെയ്തു. എനിക്കൊരു നമ്പർ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. ഞാൻ ഇൻറ്റിജർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, ഇൻഡ് എ എന്ന് കൊടുത്തു. അതിനുശേഷം പ്രിൻ്റ്-എഫിനകത്ത് എനിക്ക് ഔട്ട്പുട്ടിൽ എൻ്റർ എ നമ്പർ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് വരണം. ആദ്യം പ്രിൻ്റ്-എഫ് ഫംഗ്ഷൻ്റെ അകത്ത് കൊടുത്തു. പിന്നെ എനിക്കൊരു നമ്പർ എയിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പോൾ സ്കാൻഎഫ് യൂസ് ചെയ്തു റീഡ് ചെയ്യാൻ വേണ്ടി. അതിനുശേഷം എനിക്ക് എന്താ ചെക്ക് ചെയ്യേണ്ടത്, ഒരു നമ്പർ ഞാൻ ഇൻപുട്ട് ചെയ്ത നമ്പർ പോസിറ്റീവ് ആണെന്ന് ചെക്ക് ചെയ്യണം. അപ്പം നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് സിമ്പിൾ ഈഫാണ്. ഈഫിൻ്റെ അകത്ത് പാരന്തസിനകത്ത് കണ്ടീഷൻ കൊടുക്കണം. അപ്പോൾ എന്താണ് കണ്ടീഷൻ? ഒരു നമ്പർ എപ്പോഴാണ് പോസിറ്റീവ് ആകാം? 0നേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ ആ നമ്പർ പോസിറ്റീവ് ആണ്. അപ്പം A > 0 എന്ന് പറഞ്ഞ കണ്ടീഷൻ കൊടുത്തു. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് വരും? ഈഫിന് ശേഷമുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അതായത് പ്രിൻ്റ്-എഫ് ഡബിൾ കോഡ്സിൻ്റെ ഉള്ളിൽ %d ഈസ് പോസിറ്റീവ് നമ്പർ /n. അപ്പോൾ എന്താണ് %d അവിടെ എന്ത് വരും എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഔട്ട്പുട്ടിൽ എന്ത് വരും? %d ഈസ് എ പോസിറ്റീവ് നമ്പർ /n ഡബിൾ കോഡ്സ് ക്ലോസ് ചെയ്ത് കോമ ഇട്ടു. അതിനുശേഷം A കൊടുത്തു. ഓക്കെ, അപ്പം എയിലെ വാല്യൂ ആയിരിക്കും %d അവിടെ വരിക. ഓക്കെ, റിട്ടേൺ 0. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കിക്കേ. ഇപ്പം ഞാൻ ഇൻപുട്ട് ചെയ്യുന്ന നമ്പർ എയുടെ വാല്യൂ 2 ആണെന്നിരിക്കട്ടെ. അപ്പോൾ എങ്ങനെയായിരിക്കും കണ്ടീഷൻ ചെക്ക് ചെയ്യുക? 2 > 0 കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ എന്തായിരിക്കും ഔട്ട്പുട്ടിൽ വരിക? 2 ഈസ് എ പോസിറ്റീവ് നമ്പർ എന്ന് പറഞ്ഞ് വരും. ഓക്കെ, നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ. എയുടെ വാല്യൂ -1 കൊടുത്തു ഇരിക്കട്ടെ. അപ്പോൾ -1 > 0 ആണോ? അല്ല, കണ്ടീഷൻ തെറ്റി. അപ്പോൾ എന്താണ്? അപ്പം ഒന്നും ആ പ്രിൻ്റ്-എഫ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. കണ്ടീഷൻ തെറ്റുമ്പോൾ എന്താണ്? ഡയറക്റ്റ് റിട്ടേൺ 0യിലേക്ക് പോകും. നമ്മുടെ പ്രോഗ്രാം എൻഡ് ചെയ്യും. നമ്മുടെ ഔട്ട്പുട്ടിൽ പ്രത്യേകിച്ച് ഒന്നും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരത്തില്ല. ഓക്കെ, നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി ഹോംവർക്ക് ചെയ്യാൻ വേണ്ടി ഒരു എക്സാമ്പിളുണ്ട്. റൈറ്റ് എ പ്രോഗ്രാം ടു ചെക്ക് വെദർ ദി ഗിവൺ നമ്പർ ഈസ് നെഗറ്റീവ് ആണെന്ന് ചെക്ക് ചെയ്യേണ്ട ഒരു പ്രോഗ്രാമുണ്ട്. ഇത് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് ഈഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. അതിൻ്റെ സിൻടാക്സ് നോക്കാം. ഈഫ് കണ്ടീഷൻ കേളി ബ്രേസസ് സ്റ്റേറ്റ്മെൻറ്റ് 1, എൽസ് സ്റ്റേറ്റ്മെൻറ്റ് 2.
അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ ഈഫിൻ്റെ അകത്തെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ സ്റ്റേറ്റ്മെൻറ്റ് 1 എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഇവിടെ ഫോൾസ് ആകുന്ന കേസ്, അതാണ് എൽസ് എന്ന് പറഞ്ഞാൽ ഫോൾസ് ആകുന്ന കേസ്, കണ്ടീഷൻ ഫോൾസ് ആകുന്ന കേസിൽ സ്റ്റേറ്റ്മെൻറ്റ് 1 എക്സിക്യൂട്ട് ചെയ്യാതെ എൽസിൻ്റെ അകത്ത് സ്റ്റേറ്റ്മെൻറ്റ് 2 എക്സിക്യൂട്ട് ചെയ്യും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. റൈറ്റ് എ പ്രോഗ്രാം ടു ചെക്ക് വെദർ ദ ഗിവൺ നമ്പർ ഇസ് ഓഡ് ഓർ ഈവൻ. ഒരു നമ്പർ തന്നിരിക്കുന്ന നമ്പർ ഓഡ് ആണോ ഈവൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം. എപ്പോഴാണ് എങ്ങനെയാണ് ഒരു നമ്പർ ഓഡ് ആണോ ഈവൻ ആണോ എന്ന് ചെക്ക് ചെയ്യാം? ആ നമ്പറിനെ 2 വെച്ച് നമുക്ക് പ്രോപ്പറായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെന്താണ്? അത് ഈവൻ നമ്പറാണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് അപ്പോൾ ഫോറിന് നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും, നമുക്ക് പ്രോപ്പറായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, നമുക്ക് റിമൈൻഡർ 0 ആണ് കിട്ടുന്നത്. പക്ഷേ 5നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ 1 ആണ്. 5 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓഡ് നമ്പറാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് റിമൈൻഡർ കണ്ടുപിടിക്കാനുള്ളത്, ഏത് ഓപ്പറേറ്ററാണ് യൂസ് ചെയ്യുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് പ്രോഗ്രാമിലേക്ക് പോകാം. #include stda.h കൊടുത്തു, മെയിൻ ഫംഗ്ഷൻ. അതിനുശേഷം ഒരു നമ്പർ സ്റ്റോർ ചെയ്യാൻ വേണ്ടി എന്ന് പറഞ്ഞ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, അതിൻ്റെ ടൈപ്പ് ഇൻഡ് ആണ്. അതിനുശേഷം എൻ്റർ എ നമ്പർ എന്ന് പറഞ്ഞു, സ്കാൻഎഫ് വെച്ച് റീഡ് ചെയ്തു. അതിനുശേഷം ഈഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ യൂസ് ചെയ്യണം നമ്മുടെ പ്രോഗ്രാമിൽ. ഈഫിൻ്റെ അകത്ത് നമ്മൾ കണ്ടീഷൻ കൊടുത്തു, ഒരു നമ്പർ ഓഡ് ആണോ ഈവൻ ആണോ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? a മോഡുലസ് ഓഫ് 2 ഈക്വൽ ടു 0 ആണോ ചെക്ക് ചെയ്യാം. ഞാൻ എൻ്റർ ചെയ്യുന്ന നമ്പർ സ്റ്റോർ ചെയ്തിരിക്കുന്ന എയിലാണ്, അതിനെ 2 വെച്ച് മോഡുലർ ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പം എനിക്ക് കിട്ടും, അതായത് റിമൈൻഡർ 0 ആണെങ്കിൽ എന്താണ്? ഈ നമ്പർ ഇൻപുട്ട് ചെയ്ത നമ്പർ ഈവൻ ആണ്. അതായത് ഇഫ് a മോഡുലസ് ഓഫ് 2 ഈക്വൽ ടു 0 ആണെങ്കിൽ അത് ട്രൂ ആണെങ്കിൽ എന്താണ് പ്രിൻറ്റ് ചെയ്യേണ്ടത്? ഇറ്റ് ഈസ് ഈവൻ എന്ന് പ്രിൻറ്റ് ചെയ്യണം. എൽസ് അത് 0 അല്ലെങ്കിലോ, a മോഡുലസ് ഓഫ് 2 0 അല്ലെങ്കിൽ എന്താ പ്രിൻറ്റ് ചെയ്യേണ്ടത്? എൽസിലേക്ക് പോകും. എൽസിലേക്ക് പോയിട്ട് എന്താണ് പ്രിൻറ്റ് ചെയ്യുന്നത്? ഓഡ് ആണെന്ന് പ്രിൻറ്റ് ചെയ്യും. റിട്ടേൺ 0 കേളി ബ്രേസസ് ക്ലോസ് ചെയ്തു. അവർ എക്സാമ്പിൾ നോക്കിക്കേ, ഞാൻ ഇൻപുട്ട് ചെയ്ത നമ്പർ 4 ആണെന്നിരിക്കട്ടെ. അപ്പോൾ എങ്ങനെ കണ്ടീഷൻ ചെക്ക് ചെയ്യുക? ഇഫ് 4 മോഡുലസ് ഓഫ് 2 ഈക്വൽ ടു 0 ആണെന്ന് ചെക്ക് ചെയ്യും. 4 മോഡുലസ് ഓഫ് 2, അപ്പോൾ എന്താ അവിടെ പെർഫോം ചെയ്യുന്നത്? അരിത്തമെറ്റിക് ഡിവിഷൻ പെർഫോം ചെയ്തിട്ട് റിമൈൻഡർ ആണ് നമുക്ക് മോഡുലസ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്നത്. 4 മോഡുലസ് ഓഫ് 2 ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ 0 എന്ന് കിട്ടും. അപ്പോൾ എന്താണ് കണ്ടീഷൻ ട്രൂ ആ? 0 ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പോൾ എന്താണ് നമ്മുടെ കണ്ടീഷൻ ട്രൂ ആയി. അപ്പോൾ ഈഫിന് താഴെയുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക, അതായത് 4 ഈസ് ഈവൻ എന്നായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, ആ കണ്ടീഷൻ ട്രൂ ആയി കഴിഞ്ഞാൽ പിന്നെ എൽസിലേക്ക് പോകത്തില്ല. ഓക്കെ, നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കിക്കേ. ഞാനിപ്പോൾ ഇൻപുട്ട് ചെയ്ത നമ്പർ 5 ആണെന്നിരിക്കട്ടെ. അപ്പോൾ 5 മോഡുലസ് ഓഫ് 2 ഈക്വൽ ടു 0 ചെക്ക് ചെയ്യും. നമുക്കറിയാം 5 മോഡുലസ് ഓഫ് 2, അതായത് റിമൈൻഡർ ആണ് നമുക്ക് കിട്ടുക, നമുക്ക് 1 ആണ് റിമൈൻഡർ ഉള്ളത്. 1 ഈക്വൽ ടു 0 കണ്ടീഷൻ തെറ്റി. അപ്പോൾ എങ്ങോട്ടാണ് പോവാം? എൽസിലേക്ക് പോകും. എൽസിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും, അതായത് 5 ഈസ് ഓഡ് എന്ന് പറഞ്ഞ് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എ പ്രോഗ്രാം ടു ചെക്ക് വെദർ ദ ഗിവൺ നമ്പർ ഇസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഒരു നമ്പർ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ചെക്ക് ചെയ്യണം. നമുക്കറിയാം ഒരു നമ്പർ 0നേക്കാളും വലുതാണെങ്കിൽ പോസിറ്റീവ് ആണ്, ചെറുതാണെങ്കിൽ നെഗറ്റീവ് ആണ്. പ്രോഗ്രാം നോക്കാം. #include stda.h മെയിൻ ഫംഗ്ഷൻ കൊടുത്തു, ഒരു ഇൻറ്റിജർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, സ്കാൻഎഫ് വെച്ച് ഒരു നമ്പർ ഒരു വാല്യൂ ഇൻപുട്ട് ചെയ്തു, റീഡ് ചെയ്തു. അതിനുശേഷം ഈഫിൻ്റെ അകത്ത് എന്താ കണ്ടീഷൻ? a ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എന്താ ഡിസ്പ്ലേ ചെയ്ത് വരേണ്ടത്? a ഈസ് പോസിറ്റീവ് എന്ന് ഡിസ്പ്ലേ ചെയ്യും. എൽസ്, ആ ഈഫിൻ്റെ അകത്തെ കണ്ടീഷൻ തെറ്റാണെങ്കിൽ എങ്ങോട്ട് പോകും? കൺട്രോൾ എൽസിലേക്ക് പോയിട്ട് എൽസിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്, അതായത് a ഈസ് നെഗറ്റീവ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും ഡിസ്പ്ലേ ചെയ്ത് വരിക. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കിക്കേ. ഇപ്പോൾ എയുടെ വാല്യൂ ഞാൻ കൊടുക്കുന്നത് -5 ആണെന്നിരിക്കട്ടെ. അപ്പോൾ എങ്ങനെ ചെക്ക് ചെയ്യുക? -5 ഗ്രേറ്റർ ദാൻ 0 ആണോ എന്ന് ചെക്ക് ചെയ്യും. ആ കണ്ടീഷൻ എന്താണ്? ആ കണ്ടീഷൻ തെറ്റാണ്. -5 0നേക്കാളും ചെറുതാണ്. അപ്പോൾ ഈഫിൻ്റെ അകത്തെ പ്രിൻ്റ് പ്രിൻ്റെഫിനകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യാതെ ഡയറക്റ്റ് എൽസിലേക്ക് പോകും. എൽസിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു എക്സാമ്പിൾ, ഞാൻ ഇൻപുട്ട് ചെയ്യുന്ന നമ്പർ 2 ആണെന്നിരിക്കട്ടെ. അപ്പോൾ എങ്ങനെ കണ്ടീഷൻ ചെക്ക് ചെയ്യുക? 2 ഗ്രേറ്റർ ദാൻ 0 കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ എന്തായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക? ഈഫിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്, അതായത് 2 ഈസ് പോസിറ്റീവ് എന്ന് പറഞ്ഞായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നെസ്റ്റഡ് ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ വർഷം നെസ്റ്റഡ് ലൂപ്പിനെ പറ്റിയൊക്കെ പഠിച്ചിട്ടുണ്ട്. നെസ്റ്റഡ് ഈഫ് എന്ന് പറഞ്ഞാൽ ഒരു ഈഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്ത് മറ്റൊരു ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നതാണ് നെസ്റ്റഡ് ഈഫ്. ചിലപ്പം ഒരു ഈഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്ത് ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ആവണമെന്നില്ല, ഈഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റും വരാം. ഓക്കെ, സിൻടാക്സ് നോക്കിക്കേ. സിൻടാക്സ് നോക്കിയിട്ട് കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾ ഈഫ് എൽസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സിൻടാക്സ് ഓർത്ത് വെക്കുക.
അപ്പോൾ ഫസ്റ്റ് എങ്ങനെ ഇഫിനകത്ത് കണ്ടീഷൻ കൊടുത്തു, അതിൻ്റെ ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈഫിൻ്റെ അകത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ആ സ്റ്റേറ്റ്മെൻറ്റ്സിന് പകരം വീണ്ടും ഒരു ഈഫെൽസ് സ്റ്റേറ്റ്മെൻറ്റ് ആണ് വരുന്നതെന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പം ഫസ്റ്റ് കണ്ടീഷൻ 1 തെറ്റാണെങ്കിൽ എങ്ങോട്ട് പോകും? എൽസിലേക്ക് പോകും. ആ എൽസിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിന് പകരം ഇവിടെ വരുന്നത് വീണ്ടും ഒരു ഈഫെൽസ് സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് ഓർത്ത് വെക്കുക. ഇത്ര മാത്രം ഓർത്താൽ മതി.